ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിലെ ഒരേ ഒരു ജേർണലിസ്റ്റായ നമ്മളെ ശീതള ശ്യാമള ചേച്ചിയെ കുറിച്ചാണ്. യൂട്യൂബ് ജേർണലിസം നടത്താൻ വേണ്ടി ആർക്കെങ്കിലും കേരളത്തിൽ അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ശീതള ശ്യാമള ചേച്ചിക്ക് മാത്രമാണ്. കാരണം അതുകൊണ്ട് ചേച്ചി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ജേർണലിസം പഠിക്കാതെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും എനിക്ക് പുച്ഛമാണെന്ന്. എന്തായാലും സംഘികളെ ഒഴികെ ബാക്കി എല്ലാവരെയും പുച്ഛത്തോടെ കാണുന്ന ശീതള ശ്യാമള ചേച്ചി 2 ദിവസം മുന്നേ ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനപ്പോ വൈകിപ്പോയി ചേച്ചിയുടെ വീഡിയോ കാണാൻ വേണ്ടി. കണ്ടപ്പോ എന്തായാലും അതിന് മറുപടി കൊടുക്കണം എനിക്ക് തോന്നി. ചേച്ചി 2 ദിവസം മുന്നേ എന്താ ചെയ്തെച്ചില്ലേ, നമ്മളെ വി രാജേഷിലെ തിരുവനന്തപുരത്തെ മേയർ, ലോകത്തെ ആദ്യത്തെ മേയറാന്ന് തോന്നുന്നു മൂപ്പറെ അങ്ങ് വെളുപ്പിക്കുകയാണ് നമ്മളെ സംഗിണി ചേച്ചി. പക്ഷെ സംഗിണി ചേച്ചിയുടെ ഈ വെളുപ്പിക്കുമ്പോ എപ്പോഴും പറയുന്ന ഒരു കാര്യട്ടാ, ഞാൻ സംഖ്യയല്ലേ ഞാൻ നിഷ്പക്ഷയാണെന്ന്. പക്ഷെ എല്ലാവരും കണ്ടിന് ചേച്ചിയുടെ ആ ട്രൗസറിലെ സംഖ്യയിലെ ട്രൗസർ അതെല്ലാവരും കണ്ടിന്. നമുക്കെന്തായാലും നിഷ്പക്ഷ സംഗിണി ചേച്ചി വി രാജേഷിനെ വെളുപ്പിക്കുന്ന ആ മനോഹരമായ വീഡിയോ കണ്ടിട്ട് വന്നാലോ. നമസ്കാരം. തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ്സുകളെ സംബന്ധിച്ച് വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. തർക്കത്തിന് തുടക്കമിട്ടത് നമ്മുടെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെയാണ്. അതിൽ വേറെ യാതൊരു സംശയമില്ല. പുതിയതായിട്ടൊരു മേയർ അവിടെ ചാർജ് എടുത്തു. അദ്ദേഹം കോർപ്പറേഷൻ പരിധിയിലെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നു. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. എഗ്രിമെന്റ് പ്രകാരം തിരുവനന്തപുരം നഗരപരിധിയിൽ ഓടേണ്ട ബസ്സുകൾ അതിന് പുറത്ത് ഓടുന്നുണ്ട്. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഓടുന്നുണ്ട്. അത് പറ്റില്ല. കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച 113 ബസ്സുണ്ട്. 113 ബസ്സുണ്ട്. അത് പറയേണ്ട ഒരു കാര്യം അവർക്കില്ലേ? അവരൊരു തർക്കം, യുദ്ധം തുടങ്ങി വെക്കുകയല്ലായിരുന്നു. കൃത്യമായിട്ടൊരു കാര്യം മാന്യമായിട്ട് ശ്രീ വി രാജേഷ് ചൂണ്ടിക്കാണിച്ചതാണ് എനിക്ക് പറയാനുള്ളത്. ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ചേച്ചി ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കല്ലാന്ന്. ചേച്ചി ആരുടെ പക്ഷവും പിടിച്ച് സംസാരിക്കാറുമില്ല. അത് ദയവ് ചെയ്തിട്ട് എല്ലാവരും മനസ്സിലാക്കണം. പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. എന്റെ സംഗിണി ചേച്ചി കേരളത്തിൽ തലയിൽ ചാണകമില്ലാത്ത, അതായത് സംഖ്യകളല്ലാത്ത എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് BJP ജയിച്ച ശേഷം അവരവിടെ കാണിച്ചു കൂട്ടുന്ന ചാണക കാട്ടിക്കൂട്ടലുകൾ എന്ന് പറയാൻ കഴിയില്ല. കോപ്രായങ്ങൾ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ ചേച്ചി പറഞ്ഞതല്ല സത്യം. പിന്നെ ചേച്ചി സത്യം പറയാറില്ല. അതുകൊണ്ട് ചേച്ചിയോട് പറയുന്നത്, അവിടെ വെല്ലുവിളിച്ചിട്ടല്ല, അത് മേയറാണ്, നിങ്ങളെ വി രാജേഷാണ് ഗതാഗത മന്ത്രിയുടെ വെല്ലുവിളിച്ചത്. നമുക്ക് ആ ബസ് തിരിച്ചു വേണം തന്നെയാണ് നിങ്ങളെ വി രാജേഷ് പറഞ്ഞത്. പക്ഷെ എന്താണ്, ഗണേഷ് കുമാർ വന്നിട്ട് പറഞ്ഞ് വേണം കെടുത്തോ, കൊണ്ടുപോയി കഴിഞ്ഞാൽ വി രാജേഷ് കുടുംബം പണയം വെക്കേണ്ടി വരുന്ന മന്ത്രി പറഞ്ഞപ്പോ നമ്മളെ വി രാജേഷിന് വിവരം കുറവാണെങ്കിലും ആ സംഭവം ലേശം മനസ്സിലായിട്ടാ. ഇതെങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടുന്ന മനസ്സിലായ പാട് നിങ്ങൾ വി രാജേഷ് ഉണ്ടല്ല മെല്ലെ അങ്ങ് യൂട്ടടിച്ച് എനിക്കത് വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് ആ സംഭവം മലയാളികൾ മൊത്തം ലൈവായിട്ട് കണ്ടതാണ് എന്റെ സംഗീത ചേച്ചിയെ. പിന്നെ നിങ്ങൾക്കത് കാണാത്തതും കണ്ടില്ല നടിക്കുന്നതുണ്ടല്ല, അത് തലയിൽ ചാണകമുള്ളത് കൊണ്ടാണ്. കുഴപ്പമില്ല. നമ്മളെ സംഗീത ചേച്ചി അടുത്തതായിട്ട് എങ്ങനെയാണ് രാജേഷിനെ വെളുപ്പിക്കുന്നത് കണ്ടിട്ട് വന്നാലോ. ഈ വിഷയം തുടങ്ങിയപ്പോഴേ എന്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇതിന് മറുപടിയുമായിട്ട് ഗണേഷ് കുമാർ വരുമ്പോൾ പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്ന കാര്യം, ഞങ്ങൾക്ക് നെടുമങ്ങാടും നെയ്യാറ്റിൻകരയും ഒക്കെയുള്ള ആളുകളെ കയറ്റാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പാവപ്പെട്ടവരുടെ സർക്കാർ ആയതുകൊണ്ട് പാവങ്ങളോട് നിങ്ങൾ കയറരുതെന്ന് ഞങ്ങൾ പറയില്ല, ഞങ്ങൾ കയറ്റും. അതായത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളത് ചെയ്തത് എന്നുള്ള അതേ സാധനം തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ ഇറക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇയാളുടെ ഈ അഹന്ത നിറഞ്ഞ സംസാരത്തിലൂടെ ഞങ്ങൾ, നിങ്ങൾ, ഞങ്ങളുടേത് ഇയാള് ഒരു ഗതാഗത മന്ത്രിക്കെന്നല്ല, ഒരു രാഷ്ട്രീയക്കാരനോ ഒരു ജനപ്രതിനിധിക്കോ ഒട്ടും ഭൂഷണമല്ലാത്ത കാര്യമാണ് ഒരു വിഷയം വരുമ്പോൾ അതിനെ ഞങ്ങളുടേത് നിങ്ങളുടേത് എന്ന് തിരിച്ച് സംസാരിക്കുന്നത്. അയ്യോ, ഞങ്ങളുടെ എന്ന് പറയാത്ത ഒരേ ഒരു ടീം ഇന്ത്യയിലുള്ളത് സംഖ്യകൾ മാത്രമാണ്. ചേച്ചിയുണ്ടല്ല നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടിട്ട് വി രാജേഷിനോടും ഷീലേഖ മാടില്ല അവരോട് പറ്റാറ ഈ ഡയലോഗ് കേട്ടോ. അവർ രണ്ടാളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാം, തിരുവനന്തപുരം ഒരു പ്രത്യേക സംസ്ഥാനമാണെന്നാണ്. അവർ രണ്ടാളും മാത്രമല്ല, ചേച്ചി അടക്കമുള്ള സംഖ്യകളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം കിട്ടിയപ്പം അതെന്തോ പ്രത്യേക സംസ്ഥാനമായിട്ട് അങ്ങ് തീരുമാനിച്ചതാണ്. അതാണല്ലോ കോർപ്പറേഷനിൽ വാടക കൊടുത്തിട്ട് താമസിക്കുന്ന MLA-നോട് ഇത് എന്റെ സ്ഥലമാണ്, ഇത് എന്റെ റൂമാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു പറ്റിച്ച മേയറല്ലേ ഷീലേഖ മാഡം അവര് പറഞ്ഞത്. പിന്നെ കേന്ദ്രം എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ അതൊന്നും നമ്മളെ പൈസയാണ്, കേന്ദ്രത്തിന്റെ കീശയുടെ പൈസയാണെന്ന് പറഞ്ഞിട്ട് അടക്കുന്നതും അതും നിങ്ങളെ സംഖ്യകൾ തന്നെയാണ്. അതൊന്നും ഒരുത്തന്റെയും കീശയുടെ പൈസയല്ല, അത് ഞാൻ അടങ്ങുന്ന എല്ലാവരുടെ നികുതി പണം കൊണ്ടുള്ള പൈസയാണെന്ന് ചേച്ചി പോയിട്ടുള്ള സംഖ്യകളോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടോ. പിന്നെ ചേച്ചി എങ്ങനെയൊക്കെ കുരുപൊട്ടിയാലും ശരി, കുരുപൊട്ടിയില്ലെങ്കിലും ശരി, ഞാനൊരു കാര്യം പറട്ടെ, കേരളം കണ്ട ഏറ്റവും മികച്ച ഗതാഗത മന്ത്രി ആരാന്ന് ചോദിക്കുമ്പോഴല്ല അത് ഗണേഷ് കുമാറിന്റെ പേര് തന്നെയാ പറയാ. മറ്റു പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും ആർക്കൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും എല്ലാവരും പറയും ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി എന്ന കാര്യത്തിൽ നമ്പർ 1 ആണെന്ന്. ചേച്ചി അങ്ങനെ കുരുപൊട്ടിക്കൊണ്ടേയിരുന്നു. നമുക്ക് ചേച്ചിയുടെ അടുത്ത കുരുപൊട്ടൽ കണ്ടിട്ട് വരാം. അതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന, അതും പക്വതയോടുകൂടിയുള്ള യുക്തിയുള്ള മറുപടി പറയുന്ന ഒരു ജനപ്രതിനിധിയെ വി രാജേഷിൽ കണ്ടു എന്നുള്ളതും എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ പറയുന്നതിനെല്ലാം ഈ കെ.ബി. ഗണേഷ് കുമാർ പറയുകയാണ് 10-28 ലക്ഷം രൂപയാണ് ചെലവ് ഈ വണ്ടിയുടെ ബാറ്ററിക്ക്. ഓരോ വർഷം കഴിയുമ്പോഴും 28-30 ലക്ഷം രൂപ ബാറ്ററിക്ക് ചെലവ്, വണ്ടിയുടെ മെയിന്റനൻസിന് ചെലവ് കൂടുതൽ. ഇതൊക്കെ KSRTC ആണ് നടത്തുന്നത്, കോർപ്പറേഷൻ അല്ല. അപ്പൊ അതിന് വി രാജേഷ് കൊടുത്ത മറുപടി, വി രാജേഷ് ഒരു മറുപടിയും കൊടുത്തില്ല. എന്നെ സംഗിണി ചേച്ചിയെ സംഭവം പെട്ടുപോയി എന്ന് അറിഞ്ഞപ്പോഴല്ല വി രാജേഷ് മെല്ലെ മുങ്ങി, ആരും അറിയാതെ മുങ്ങി. അത് മാത്രമേ നടന്നിട്ടുള്ളൂ.
കാരണം ഈ ബസ്സെങ്ങാനും തന്റെ തലയിലോ കോർപ്പറേഷന്റെ തലയിൽ വന്നു കഴിഞ്ഞാല് സംഘികളടക്കം ഇപ്പൊ അനുകൂലിക്കുന്ന സംഘികളടക്കം തെറി വിളിക്കുന്ന വി വി രാജേഷിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് പത്രക്കാരുടെ മുന്നിൽ വന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്കും ഗണേഷ് കുമാറിന്റെ ചോദ്യങ്ങൾക്കും മുന്നിൽ വിഴുങ്ങി പുഴുങ്ങി നിന്ന വി വി രാജേഷിനെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും നാണമുണ്ടോ എന്റെ സംഗിണി ചേച്ചി? നമുക്ക് സംഗിണി ചേച്ചി അവസാനമായിട്ട് എങ്ങനെയാണ് വി വി രാജേഷിനെ പരമാവധി വെളുപ്പിക്കാൻ നോക്കുന്ന ആ വീഡിയോ കൂടി കണ്ടിട്ട് തരാം. വാ. കോർപ്പറേഷൻ അതിന് പറ്റുകയില്ല, കോർപ്പറേഷൻ അതിന്റെ ആവശ്യവും ഇല്ല. പക്ഷെ കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ഒരു പ്രശ്നം ഒരു മേയർ ഉന്നയിച്ചുകൂടെ? ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ പക്വതയോട് കൂടി ഒരു ജനപ്രതിനിധി, ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഇങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്. ഈ ഒരു മറുപടിയിൽ നിന്ന് തന്നെ ഇവരുടെയൊക്കെ നിലവാരം വ്യക്തമാകുന്നുണ്ട്. ഇവർ ഞങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത പണം കൊണ്ട് ഇപ്പൊ കിഫ്ബിയിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിൽ കൂടുതലും പൈസ ചെലവാക്കിയെന്ന് പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റോ കിഫ്ബിയോ കോർപ്പറേഷനോ എവിടെയാണെങ്കിലും അതെല്ലാം ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. അല്ലാതെ ഞങ്ങളുടെ സർക്കാരാണ് ഇതിൽ 50% തുക ചെലവാക്കിയത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും കൊണ്ടുവന്നു എന്നാണ് നിങ്ങളുടെ ആ ഒരു ഭാവം. അതല്ല സത്യമെന്ന് മനസ്സിലാക്കുക. ഇനി സത്യം ചേച്ചി ആദ്യം ആ സംഭവം മനസ്സിലാക്കണം കേട്ടാ. ഈ പൈസയൊന്നും സർക്കാരുകൾ ചെലവാക്കുന്ന ഈ പൈസയൊന്നും അതിപ്പോ കേന്ദ്ര സർക്കാർ ചെലവാക്കുന്ന പൈസയാണെങ്കിലും ചേച്ചിയുടെ വീട്ടിൽ നിന്നോ സംഘികളുടെ വീട്ടിൽ നിന്നോ എല്ലാം കൊണ്ടുവന്നതെന്ന് ചേച്ചി ആദ്യം മനസ്സിലാക്കുക. ഈ ബസ്സുകൾ തന്നെ കേന്ദ്രത്തിന്റെ പൈസ കൊണ്ടാണെന്ന് പറഞ്ഞു നടന്നത് നിങ്ങളെ ചാണക സംഖ്യകളാണ്. പിന്നെ ചേച്ചി അതിനിടയ്ക്ക് എന്തോ ഒരു നിലവാരത്തിന്റെ കാര്യം പറഞ്ഞ് ആ നിലവാരം ഉണ്ടല്ലോ ആദ്യം ചേച്ചി കാണിക്കണം കേട്ടാ. ചേച്ചിന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ചേച്ചി ഒരു പക്കാ സംഖ്യയാണ്. അതൊന്നും സമ്മതിക്കുന്ന നിലവാരം ഉണ്ടല്ലോ ആ നിലവാരം ചേച്ചി ആദ്യം കാണിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ നിലവാരം നോക്കാൻ പോകട്ടോ. അതുകൊണ്ട് ചേച്ചി വി വി രാജേഷിനെ എത്രമാത്രം വെളുപ്പിക്കാൻ നോക്കിയാലും എത്രമാത്രം ന്യായീകരിക്കാൻ നോക്കിയാലും നടക്കൂല. ഗണേഷ് കുമാറിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ വി വി രാജേഷ് ബബ്ബബ് തന്നെയാണ്. പണ്ട് ചാനൽ ചർച്ചകൾ വന്നിരുന്നിട്ട് ബബ്ബബ് ഇടിക്കുന്നില്ലേ, അതേ വി വി രാജേഷ് തന്നെയാണ് ഇപ്പോഴത്തെ വി വി രാജേഷും. ഈ ഒരാഴ്ച കൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും മൊത്തം ഉണ്ടല്ല നിങ്ങൾ വി വി രാജേഷിന്റെയും സംഖ്യയുടെയും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒരുപാട് കണ്ടു കേട്ടാ. ഇനി അങ്ങോട്ട് കിടക്കൂലേ ചേച്ചിയെ സമയം. ഇനി എത്രമാത്രം പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും നിങ്ങളെ വി വി രാജേഷ് കാണിച്ചു കൂട്ടുന്നത് നമുക്ക് കണ്ടിരുന്ന് കാണാം. അങ്ങനെ ബാക്കിയുള്ള ആ കോമഡി കൂടി കണ്ടിട്ട് ചിരിച്ച് പണ്ടറടങ്ങ എന്റെ ശീതള ശ്യാമള ചേച്ചി. അപ്പൊ നമ്മുടെ ശീതള ശ്യാമള ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.